മാറ്റങ്ങൾ ഉൾക്കൊള്ളാതെ ഒരേ ഒരു പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് വളരെയധികം ശരിയായിട്ടുള്ള കാര്യം ആയിരുന്നു. നിങ്ങൾ ജീവിക്കുന്നത് 20-ാം നൂറ്റാണ്ടിലാണെങ്കിൽ മാത്രം. പല മേഖലകളിൽ നിന്നുള്ള ഡൈവേഴ്സിഫൈഡ് ഇൻകം, അതായത് നാം പ്രവർത്തിക്കുന്ന മേഖല കൂടാതെ പല മേഖലകളിൽ നാം പാർട്ട് ടൈം ആയിട്ടോ ഒരുപക്ഷെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടോ പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് പല ഇൻകം സ്ട്രീമുകൾ ക്രിയേറ്റ് ചെയ്യലാണ് 21-ാം നൂറ്റാണ്ടിൻ്റെ റൈറ്റ് ഓപ്ഷൻ. നിങ്ങളുടെ ആവശ്യം എന്തുമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവാകാം, വർദ്ധിച്ചു വരുന്ന ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ്, സ്വപ്നങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ അപ്രാപ്യമായിട്ട് കാണുന്നതാവാം. അതൊരു പക്ഷേ ഒരു ഡ്രീം കാർ ആവാം, ഡ്രീം ഹോം ആവാം, അല്ലെങ്കിൽ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതായിരിക്കാം. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളതല്ല, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്ന രീതിയിൽ തന്നെ ഇനിയും അടുത്തൊരു 5 വർഷമോ 10 വർഷമോ പ്രവർത്തിച്ചാൽ നേടിയെടുക്കാനാകുമോ എന്നുള്ളതാണ് ബിഗ് ക്വസ്റ്റ്യൻ. ഹിയർ ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ യു. വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന 20 വർഷമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വൺ ഓഫ് ദ ലീഡിംഗ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി നമുക്ക് തരുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഏതൊരു വ്യക്തിക്കും യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ലാത്ത വ്യക്തികൾക്ക് പോലും കടന്നു വരാവുന്ന ഭീമമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൂടാതെ സ്റ്റാർട്ട് ചെയ്യാവുന്ന വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ് പ്രോജക്റ്റ്. ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വിഷയമല്ല, നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ലഭിക്കുന്ന എക്സ്ട്രാ ടൈം, ആ എക്സ്ട്രാ ടൈം ഹൗ യു ആർ ഗോയിങ് ടു മാനേജ്. എക്സ്ട്രാ ടൈം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു അഡീഷണൽ എക്സ്ട്രാ ഇൻകം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വെസ്റ്റീജ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഇന്ന് നാം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രീതിയിലും ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതിയിലും വളരെയധികം വ്യത്യാസങ്ങൾ വരുന്നു. ഒരുപക്ഷെ മുൻപ് ഒരു പരസ്യത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു മീഡിയ അഡ്വർടൈസ്മെന്റിലൂടെയോ ഒരു ഉൽപ്പന്നത്തിനെ കുറിച്ചോ സേവനത്തിനെ കുറിച്ചോ അറിഞ്ഞ് അത് ഒരുപക്ഷെ നാം ക്യൂ നിന്നൊക്കെ പർച്ചേസ് ചെയ്തിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് വളരെയധികം മാറ്റങ്ങൾ ഇന്ന് കാണാൻ സാധിക്കും. ഇന്നൊരു വ്യക്തി ഒരു ഉൽപ്പന്നം വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുന്നത് പോലും ഈ ഉൽപ്പന്നം ഉപയോഗിച്ച മറ്റൊരു കസ്റ്റമറുടെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിവ്യൂ ബേസ്ഡ് ആയിട്ടാണ്. ഇന്നെല്ലാം തന്നെ നമ്മുടെ വിരൽ തുമ്പിലാണ്. ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത വളരെ വലിയ ഒരു കൺസ്യൂമർ മൂവ്മെന്റ് ആണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ബി ഹാപ്പി. ഒരു കൺസ്യൂമർ എന്നുള്ള രീതിയിൽ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിൽ ഇന്ന് അവൈലബിൾ ആണ്. ബട്ട് അതിലൂടെ നമുക്കൊരു ഓൺട്രപ്രന്യൂർ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, അതിലൂടെ ഒരു വരുമാനം നേടാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ഒരു പ്രോജക്റ്റാണ് വെസ്റ്റീജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റിയിലൂടെ സാധ്യമാകുന്നത്. ഏത് ഉൽപ്പന്നം എവിടെ നിന്ന് വാങ്ങുകയാണെങ്കിലും, അത് ഓൺലൈൻ ആവട്ടെ, ഓഫ്ലൈൻ ആവട്ടെ, ഷോപ്പിംഗ് മാളുകളാവട്ടെ, ഹൈപ്പർ മാർക്കറ്റുകളാവട്ടെ, ഒരു ഉപഭോക്താവ് എന്ന രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് ചെലവ് മാത്രമാണ് ഉണ്ടാകുന്നത്. ചെലവിനെ വരവാക്കി മാറ്റാൻ സാധിക്കുമെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ദാറ്റ് ഈസ് കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. ഫ്രീ ആയിട്ട് വെസ്റ്റീജിന്റെ ആപ്ലിക്കേഷനിൽ സൈനപ്പ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും നിത്യോപയോഗ സാധനങ്ങൾ നിരന്തരമായിട്ട് ഉപയോഗിക്കാനും അവ വിപണനം ചെയ്യാനുമുള്ള ഒരു അവസരമാണ് ലഭിക്കുന്നത്. എല്ലാ ഉൽപ്പന്നങ്ങളും ഏകദേശം 50% ലാഭകരമായിട്ട് ലഭിക്കുന്നു. കൂടാതെ റീഫണ്ട് പോളിസി, അതായത് നാം ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമുക്കോ നാം കൊടുക്കുന്ന മറ്റൊരു കസ്റ്റമർക്കോ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ, തൃപ്തികരമല്ല എങ്കിൽ തിരിച്ചെടുക്കുന്ന ഒരു ഓപ്ഷൻ കൂടെ നമുക്കിവിടെ അവൈലബിൾ ആണ്. എല്ലാ ഉൽപ്പന്നങ്ങളും വളരെയധികം സ്തുത്യർഹമായിട്ടുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്, ഇന്റർനാഷണൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്, GMP സർട്ടിഫൈഡ് ആണ്, ISO സർട്ടിഫൈഡ് ആണ്. പ്രോഡക്റ്റ് ക്വാളിറ്റി ഈസ് ഔട്ട്സ്റ്റാൻഡിങ്. ഇന്ന് ഏതു ബിസിനസ്സിലും ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന മറ്റൊരു സിസ്റ്റമാണ് കമ്മ്യൂണിറ്റി കൊമേഴ്സ്. അതായത് ഉപയോഗിക്കുന്ന വ്യക്തി, കൺസ്യൂമർ തന്നെ മറ്റൊരു കൺസ്യൂമറിനെ സജസ്റ്റ് ചെയ്യുന്ന, റെഫർ ചെയ്യുന്ന ഒരു മെക്കാനിസം. ഒരുപക്ഷെ നാം ഗൂഗിൾ പേ പരിചയപ്പെട്ടതാവട്ടെ, അല്ലെങ്കിൽ ക്രെഡിറ്റ് പേ പോലുള്ള ഇന്ന് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള പുതിയ ആപ്ലിക്കേഷൻസ് ആവട്ടെ, പുതിയ ഒരു ബൈക്ക് വാങ്ങുന്ന സമയത്ത് നാം ഓട്ടോമാറ്റിക്കലി അംഗമാകുന്ന റൈഡേഴ്സ് ക്ലബ്, ആ ക്ലബിലേക്ക് നാം നമ്മുടെ മറ്റൊരു ഫ്രണ്ടിനെ റെഫർ ചെയ്യുന്നതാവട്ടെ, ഈവൻ സ്പിരിച്വൽ മേഖലയിൽ പോലും അവിടെ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ റെഫർ ചെയ്തുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാക്കി മാറ്റി വലിയൊരു കമ്മ്യൂണിറ്റിയിലേക്ക് അംഗമാകാൻ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തുകൂടാ? ഏതെങ്കിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട്, മേ ബി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആവാം, അതിലൂടെ നിങ്ങൾ കണക്ട് ചെയ്യുന്ന കൺസ്യൂമേഴ്സ്, അവരുടെ ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾ ബിൽഡ് ചെയ്യുന്നു. ആ കമ്മ്യൂണിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് നടക്കുന്ന ബിസിനസ് വോളിയം എത്രയാണോ അതിന് ആനുപാതികമായിട്ടുള്ള ചെറിയ ഇൻകത്തിൽ തുടങ്ങി വലിയ ഇൻകത്തിലേക്ക്, മേ ബി ലക്ഷങ്ങൾ വരെ സമ്പാദിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ നമുക്ക് വെസ്റ്റീജ് തരുന്നത്. ഇതൊരു മണി ചെയിൻ സ്കീം അല്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾ എത്ര പേരെ ചേർക്കുന്നു അല്ലെങ്കിൽ ചേരുകയും ചേർക്കുകയും ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് അല്ല. ഇത് വലിയൊരു കൺസ്യൂമർ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന ബിസിനസ് വോളിയത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വലിയ വരുമാനങ്ങൾ ലഭിക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റിന്റെ പല സ്റ്റെപ്പുകളിൽ നാം മുന്നോട്ട് പോകുന്ന സമയത്ത് എല്ലാ വർഷവും ഏകദേശം 3 വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നു. അപ് ടു 80,000 വരെ പെർ മന്ത് നമുക്ക് കാർ
പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാർ ഫണ്ട് ലഭിക്കുന്നു. അപ് ടു 1 lakh വരെ എല്ലാ മാസവും നമുക്ക് ഹൗസ് ഫണ്ട് എന്നുള്ള രീതിയിൽ നാം സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു വീട് പണിയാനോ അല്ലെങ്കിൽ വീട് പർച്ചേസ് ചെയ്യാനോ വേണ്ട ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നു. ഇങ്ങനെ നിരവധി എക്സ്ട്രാ പ്രിവിലേജുകൾ കൂടെ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ലഭിക്കുന്നവയാണ്. സോ ദിസ് ഈസ് എ ഫസ്റ്റ് പാർട്ട്. നിങ്ങൾ ഈ പ്രോജക്റ്റുമായിട്ട് കണക്ട് ചെയ്യാനും കൂടുതൽ അറിയാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെസ്റ്റേജിന്റെ വെബ്സൈറ്റ് അഡ്രസ് റെഫർ ചെയ്യുക. കൂടാതെ വെസ്റ്റേജിന്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ ഫ്രീ ആയിട്ട് സൈൻ അപ്പ് ചെയ്യുന്ന സമയത്ത് ഇന്ന് നിങ്ങൾ നിരന്തരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ എന്തെല്ലാം വെസ്റ്റേജിലുണ്ടോ അവ റീപ്ലേസ് ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എക്സ്പീരിയൻസ് ചെയ്യുക. അതിനുശേഷം നടക്കുന്ന ഓൺലൈൻ വെബിനാറിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ നിയറസ്റ്റ് ടൗണിൽ നടക്കുന്ന ഡിസ്ട്രിബ്യൂട്ടർ കൗൺസിലിംഗ് പ്രോഗ്രാമിലേക്കോ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഈ പ്രോജക്റ്റിന്റെ അടുത്ത സ്റ്റെപ്പുകളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. സോ അടുത്ത സ്റ്റെപ്പിലൂടെ വെസ്റ്റേജ് പ്രൊവൈഡ് ചെയ്യുന്ന 9 types ഓഫ് ഇൻകം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ആയിരങ്ങളും പതിനായിരങ്ങളും ഈവൻ ലക്ഷങ്ങളും സമ്പാദിക്കാം എന്നുള്ളത് നമുക്ക് സംസാരിക്കാം. So don't miss this opportunity. Be part of our revolution, consumer revolution. Thank you. Wish you well.